കേരളത്തിലെ 4 ജില്ലകളിൽ ഇ ഡി റെയ്ഡ്. പാറ്റ്നയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് എറണാകുളം, പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിൽ റെയ്ഡ് നടക്കുന്നത്. പത്തനംതിട്ടയിൽ മുൻ കോസ്റ്റ് ഗാർഡ് ജീവനക്കാരന്റെ വീട്ടിലാണ് റെയ്ഡ്. കൊൽക്കത്തയിലെ ഫാം നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. CK അഭിലാലുണ്ട് വിവരങ്ങളുമായി. അഭിലാല്, പല ജില്ലകളിൽ നടത്തുന്ന റെയ്ഡുകളുടെ ഭാഗമായി പത്തനംതിട്ടയിലുമുണ്ട്. കൊൽക്കത്തയിൽ ഫാം നടത്തുന്ന മുൻ കോസ്റ്റ് ഗാർഡ് ജീവനക്കാരന്റെ വീട്ടിലാണല്ലോ റെയ്ഡ് നടക്കുന്നത്. ഇത് ആരാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു റെയ്ഡ്? പത്തനംതിട്ട അടൂരിന് സമീപം തട്ട പാറപ്പുറത്ത് എന്ന സ്ഥലത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് നേരെ എതിർദിശയിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇ ഡിയുടെ പരിശോധന പുരോഗമിക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടിയാണ് ഏതാനും വാഹനങ്ങളിൽ ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. CRPF സുരക്ഷാ ചുമതലയോടുകൂടിയാണ്, അവരുടെ സുരക്ഷയിലാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നത്. കീഴുകുഴി റെസിഡൻസ് അസോസിയേഷനിൽ ഉൾപ്പെടുന്ന മണക്കാലായിൽ എന്ന വീട്ടിലാണ് റെയ്ഡ്. ഈ വീട്ടിലെ മുതിർന്ന ആളെന്നുള്ളത് മുൻ ആർമി ഉദ്യോഗസ്ഥനായിട്ടുള്ള EN കൃഷ്ണൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കോസ്റ്റ് ഗാർഡിൽ നിന്നും VRS എടുത്ത് ഇപ്പോൾ കൽക്കത്ത മേഖലയിൽ ഒരു ഫാം നടത്തി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഫാം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ശ്രദ്ധയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഈ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തോടനുബന്ധിച്ച ചില ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ അന്വേഷണം ഇവിടെ എത്തി ഇ ഡിയുടെ പ്രതിനിധികൾ തന്നെ നടത്തി മടങ്ങി. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് നേരിട്ടുള്ള പരിശോധനയ്ക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സുനിൽകുമാർ സുനിൽകുമാർ കോസ്റ്റ് ഗാർഡ് ജീവനക്കാരനായിരുന്ന സമയത്ത് ഉണ്ടായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് VRS എടുത്ത് മടങ്ങിയതിന് ശേഷം ആ സ്വാധീനം ഉപയോഗപ്പെടുത്തി കപ്പൽ മാർഗം ചില കള്ളക്കടത്തുകൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സ്വരൂപിച്ച പണം ഫാം നടത്തിപ്പിനായി ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന അടക്കമുള്ള സംശയങ്ങളാണ് ഇ ഡിക്ക് ലഭ്യമായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതാനും മണിക്കൂറുകൾ കൂടി ഈ പരിശോധന ഇവിടെ പുരോഗമിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാസത്തിൽ ഒരിക്കലോ മറ്റോ ആണ് സുനിൽകുമാർ വീട്ടിൽ വന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മലപ്പുറത്ത് അധ്യാപികയായി ജോലി ചെയ്യുന്ന ആളാണ്. 2 ആഴ്ച മുൻപ് സുനിൽകുമാർ ഇവിടെ എത്തി മടങ്ങി എന്നുള്ളതാണ് നമുക്ക് സമീപവാസികളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. വീടിനോട് ചേർന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. 2 നില ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഏറെക്കുറെ മുഴുവൻ കടകളും വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ വാടകയ്ക്ക് കൈമാറിയിട്ട് ഉള്ളതുമാണ്. മുകളിലത്തെ നിലയിൽ ഒരു ജിംനേഷ്യം തുടങ്ങാൻ വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നതായും സമീപത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളും നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഈ വീട്ടിൽ നിലവിൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. റെയ്ഡിൽ എന്തൊക്കെ കണ്ടെത്തി എന്ന അടക്കമുള്ള വിവരങ്ങളിൽ അവ്യക്തത തുടരുകയാണ്. ശരി, CK അഭിലാലാണ് വിശദാംശങ്ങൾ നൽകിയത്.